ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവിയിലെ സോങ്. വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം വരുണ്ടവന്റെ ബേഡിയ എന്ന് പറയുന്ന മൂവിയിലെ തുംകേശ്വരിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് വേറൊരു സോങ് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ ഈ ഒരു പാട്ടിന്റെ കുറച്ചൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ട് ഒരു ഓൾ ഉണ്ടാക്കും, നല്ല സാധനമായിരിക്കും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൃതി സനോനും ഇതിലെ മെയിൻ നായികയാണ്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തുംകേശ്വരിയിൽ ഫുൾ പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. പിന്നെ ശ്രദ്ധയുടെ ഒരു ഗസ്റ്റും അല്ലെ. പിന്നെ ഇതിന്റെ ഡയറക്ടർ സ്ത്രീന്റെ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പടം നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇതിന്റെ ട്രെയിലർ ഒരിക്കലും ഒരു ഡിസപ്പോയിന്റിങ് ആയിരുന്നില്ല. അപ്പൊ നമുക്ക് നേരെ പാട്ടിലോട്ട് പോവാം. ജംഗൾ മേ കാണ്ട് ഹോ ഗയാ. റെഡി? ബീറ്റാണ്. इस साल जंगल में कांड. കൃത്യ ലുക്ക് വേറെയാണോ? വേറെ അതേപോലെ ഈ സൗണ്ട് ഇനിയാണത്. നല്ല ഓളം പാട്ടിന്. അല്ലേ? സ്റ്റെപ്പൊക്കെ ഡാൻസ് പിന്നെ ഇതില് വരണ്ട ഷോ ആണ് ഉള്ളത്. സിനിമ കാണിച്ചേ ട്രെയിലറിൽ കാണിച്ചാണ്. അവസാനത്തെ സീൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. കണ്ണടച്ചിരുന്ന് നീ കാണലായിരുന്നു. നല്ല രസമുണ്ടായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവങ്ങളൊക്കെ. ഫുൾ ട്രാൻസ്ഫോർമേഷൻ അല്ല കേട്ടോ, കുറച്ച് സംഭവങ്ങൾ വാല് വരുന്ന ഓൾറെഡി ട്രെയിലറിൽ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ വീണ്ടും നമ്മളൊന്ന്, കാരണം ഇതെനിക്കൊന്ന് ഫുൾ പാട്ട് ഇട്ടില്ല കേട്ടോ അവര്. കാരണം വെച്ചാൽ ഫുൾ ഇടില്ല, കാരണം അത് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് അവസാനം. അപ്പൊ ആ ഒരു ഈ സോങ്ങിനകത്ത് നമ്മള് ഫുൾ ആയിട്ട് ഞാൻ പേഴ്സണലി കണ്ടത് വരുന്നവന്റെ ഒരു ഫുൾ ഷോ ആയിട്ടാണ്. കൃതി സനോൻ ഈ പാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃതി സനോന്റെ ലുക്ക് മാറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കൃതിയാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ എനിക്കൊന്ന് സിനിമ കാണുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാവുക. കാരണം കൃതിന്റെ ആ ഒരു ലുക്ക് നമ്മള് തുംകേശ്വരിയിൽ കണ്ട ലുക്ക് ഉണ്ടല്ലോ, അത് കിട്ടിയാലേ നമുക്ക് പെട്ടെന്ന് കൃതി സനോനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് ഈ ഒരു വേഷം കൊടുത്തു എന്നുള്ളതും ഒരു ഡൗട്ടാണ്. ഇല്ല, അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണോ എന്തെങ്കിലും. ഇല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം ഇനി നമ്മളെ ട്രെയിലറിൽ അവസാനം നമ്മളെ ജംഗിൾ ബുക്കിലെ സോങ് ഒക്കെ കേട്ട് വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യൂട്ട് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി, കാരണം കൃത്യ മുടി ഇങ്ങനെ മുറിച്ചിട്ട് വന്നേക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു ഇതിലിരുന്ന്. എന്തായാലും പാട്ട് വരുൺ ധവാന്റെ ഷോ ആണ് ഇതിന്റെ അകത്ത്. പാട്ടിന്റെ ഷോ വരുൺ ധവാൻ നല്ലൊരു തിരിച്ചുവരവായിരിക്കട്ടെ ഈ ഒരു പടം. കാരണം കുറേയധികം മൂവീസ് വന്നു, പക്ഷെ ഇതിനകത്തൊന്നും കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനകത്ത് കുറച്ച് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ഡയറക്ടർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ VFX കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന മോഷൻ പിക്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസമുണ്ട്. കാരണം ട്രെയിലറിന്റെ അകത്ത് കണ്ടപ്പോഴും ഒരിക്കലും നമുക്ക് മിസ്മാച്ചിങ് സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് കാണുന്ന ചില VFX പോരായ്മകളൊന്നും ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയാണ്.
പാട്ടും ഗംഭീരം കേട്ടോ, പാടിയ ആൾക്കാർ സൂപ്പർ. അപ്പൊ എന്തായാലും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്തായാലും ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പടം തന്നെയായിരിക്കും. കാരണം നല്ല VFX സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഏറ്റെടുത്തിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.